السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما كان قول المؤمنين إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأولئك هم المفلحون. ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. وأقسموا بالله جهد أيمانهم لئن أمرتهم ليخرجن قل لا تقسموا طاعة معروفة إن الله خبير بما تعملون. قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا. وما على الرسول إلا البلاغ المبين. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا. ومن كفر بعد ذلك فأولئك هم الفاسقون. وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير.
صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا من تفجرت الأنهار نابعة من إصبعيه فروا الجيش ذا العدد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا ومولانا محمد. സർവാധരണീയരായ ആലിമീങ്ങളെ, പ്രാസ്ഥാനിക നേതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിൻ്റെ അകപ്പൊരുൾ അറിയാൻ ഒത്തുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും നാം ഒത്തുകൂടിയിരിക്കുകയാണ്. താൽക്കാലികമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നടക്കമുള്ള ശേഷിക്കുന്ന 3 നാളുകളിൽ പറയാനുള്ള കാര്യങ്ങൾ വിശദമായി പറയാൻ സമയമില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഭാഗമെങ്കിലും അതിൽ പരാമർശിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാവട്ടെ, ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് വിഷയസംബന്ധമായ ചർച്ചയിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞത് അവിടെ വ്യക്തിവിരോധങ്ങളും അതുപോലെ തന്നെ മറ്റു ഒരുപാട് വിഷയങ്ങൾ, അതെല്ലാം മറന്നുകൊണ്ട്, എല്ലാ എതിർപ്പുകളും മറന്നുകൊണ്ട്, സ്വന്തം താല്പര്യങ്ങൾ മറന്ന്, നാടിൻ്റെ താല്പര്യങ്ങൾ മറന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാവണം. അവിടെ യാതൊരു തരത്തിലുള്ള വിലങ്ങുകളും മതിൽക്കെട്ടുകളും നമ്മളെ നിയന്ത്രിക്കാൻ പാടില്ല. എത്ര തന്നെ ഭയാനകമായ മതിൽക്കെട്ടുകൾ ഉണ്ടെങ്കിലും ആ മതിൽക്കെട്ടുകളെ മുഴുവനും പൊട്ടിച്ചെറിയാൻ, നമ്മുടെ മുമ്പിലുള്ള ചങ്ങലകളെ പൊട്ടിച്ചെറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, റസൂൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് അതിൽ സംശയിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇന്ന കാര്യം പറഞ്ഞിരിക്കുന്നു, റസൂലിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് അതിൽ സംശയിക്കുന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. അള്ളാഹുവും അവന്റെ റസൂലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ തൽക്കാലം അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല, അതൊക്കെ പിന്നീട് ആലോചിക്കാം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു വിശ്വാസി പോയി കഴിയുന്നതോടുകൂടെ അവന് 3-4 രോഗം ഉണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് തറപ്പിച്ചു പറഞ്ഞു. ഒന്നിരിക്കൽ കാപട്യമാകുന്ന ആ ശക്തമായ രോഗം അവന്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇപ്പോഴും സംശയത്തിന്റെ നിഴൽപ്പാടുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദുർ റസൂലുള്ളാഹിയിലും അതുപോലെ തന്നെ ആ മുദ്രാവാക്യം മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളിലും ഒന്നും അവന് സംശയമില്ല. പിന്നെ എന്തിലാ അവന് സംശയമുള്ളത്? ഒറ്റ കാര്യത്തിൽ മാത്രമേ അവന് സംശയമുള്ളൂ. ഇസ്ലാം സത്യമാണ്, അള്ളാഹുവിന്റെ മതമാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സത്യപ്രവാചകനാണ്. എല്ലാം അറിയുന്നതോടൊപ്പം ഇസ്ലാമിലെ ചില നിയമങ്ങൾ എന്നെ അന്യായമായിട്ട് ബാധിക്കുമോ, അല്ലെങ്കിൽ അള്ളാഹുവും അവന്റെ റസൂലും എന്നോട് ചില നിയമനിർമ്മാണങ്ങളിലെങ്കിലും അന്യായം പ്രവർത്തിക്കുമോ എന്ന ഒരു തോന്നൽ ഇത് മനസ്സിലുണ്ടായാൽ അതും നിഫാഖിന്റെ ലക്ഷണം തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണ വിശ്വാസിയാവാൻ, നിഷ്കളങ്കരായ ആളുകളാവാൻ അവർക്ക് സാധിക്കില്ല. ഒന്നിരിക്കൽ തെളിഞ്ഞ നിഫാഖ് തന്നെ, അല്ലെങ്കിൽ ചെറിയൊരു സംശയം, അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മതനിയമങ്ങൾ ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കാതിരിക്കാൻ പറ്റുക. ഉദാഹരണത്തിന് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 4 ഭാര്യ വരെ ആവാം. പക്ഷെ ഒരു പെണ്ണിന് എന്തുകൊണ്ട് ഇങ്ങനെ 4 ഭർത്താക്കന്മാരെനിക്കായിക്കൂടാ, ഇസ്ലാം ആ ചെയ്തത് ശരിയായില്ല എന്ന ഒരു തോന്നൽ. ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയമത്തില്
അള്ളാഹും അവന്റെ റസൂലും ചെയ്തത് അന്യായമാണെന്ന് തോന്നിപ്പോകുന്ന ഒരു ചുറ്റുപാട് പാടില്ല. ഇതാണ് അവസാനമായി നാം ചർച്ച ചെയ്തു വെച്ചത്. ഇനി അതിന്റെ ബാക്കി ഭാഗമാണ് ഓതുന്നത്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ വിശ്വാസികളുടെ വാക്ക് അതായിരിക്കും. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, നിഷ്കളങ്കരായ മുഅ്മിനീങ്ങളുടെ വാക്ക്. ഞാൻ പറഞ്ഞു 3 വിഭാഗം ആളുകളെയാണ് പരാമർശിക്കുന്നത്. അതിൽ മുനാഫിഖീങ്ങളെ കൊണ്ട് തുടങ്ങി. ഇനി മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്ന അള്ളാഹുവിന്റെ വഴിയിലേക്ക് വിളിച്ച, അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിച്ചാൽ ലിയഹ്കുമ ബൈനഹും, ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിലുള്ള പ്രശ്നത്തിന്റെ വിധി തീർപ്പ് കൽപ്പിക്കുമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും പഞ്ചായത്തിലേക്ക് അവരെ വിളിച്ചാൽ മുഅ്മിനീങ്ങൾ പറയുക അൻയഖൂലു, അവരുടെ വാക്ക് അൻയഖൂലു സമിഅനാ വഅതഅനാ, അൻയഖൂലു സമിഅനാ വഅതഅനാ, സമിഅനാ വഅതഅനാ എന്ന് പറയലാണ് നിഷ്കളങ്കരായ വിശ്വാസികളുടെ ലക്ഷണം. അവരുടെ മുദ്രാവാക്യം അതായിരിക്കും. നോക്ക്, ഇവിടെ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാണ്, പടച്ചോന്റെ തീരുമാനം എങ്ങനെയാണോ, എന്നാൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറയലായിരിക്കും വിശ്വാസികളുടെ ലക്ഷണം. പിന്നെ അവിടെ ഇവന്റെ ന്യായത്തെക്കുറിച്ചും ഇവന്റെ ഒരുപാട് കാരണങ്ങളും ഇവന് പറയാനുള്ള മുടന്തൻ ന്യായങ്ങളും അതൊന്നും മുന്നോട്ട് സമർപ്പിച്ച് ആ നിയമം അംഗീകരിക്കുന്നതിന് മുമ്പിൽ അവനിങ്ങനെ അറച്ചു നിൽക്കുകയില്ല. അള്ളാഹു അവന്റെ റസൂൽ ഇതാ പറഞ്ഞു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ആ നിയമം അനുസരിച്ചു. റബ്ബേ, നീ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. കേട്ടു എന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്താൽ അവർ തന്നെയാകുന്നു വിജയികൾ. വിശുദ്ധ ഖുർആൻ ഉറപ്പിച്ചു തറപ്പിച്ചെന്ന് പറഞ്ഞു, അവർ തന്നെയാകുന്നു വിജയികൾ. ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാരാണോ ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. അതായത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ സമിഅനാ വഅതഅനാ എന്ന് പറഞ്ഞു വരുന്നവർ വിജയികളാണെന്ന് പറഞ്ഞു. എന്നിട്ടല്ല പറഞ്ഞു, ആ സമിഅനാ വഅതഅനാ എന്ന് പറഞ്ഞാൽ അവരിൽ അടിസ്ഥാനപരമായി 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന് ഇത്വാഅത്തുല്ലാഹി വറസൂലി, രണ്ടാമത്തേത് ഖശിയത്തുല്ലാഹ്, മൂന്നാമത്തേത് തഖ്വല്ലാഹ്. ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഈ 3 വാക്കില് ഇസ്ലാമിന്റെ നിയമവശങ്ങൾ മുഴുവനും അടക്കി വച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഉണ്ട്, ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും അതിൽ അടക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയണം. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു നിയമം ഈ പറഞ്ഞ ആയത്തിൽ നിന്ന് പുറത്തല്ല. ഇന്നിപ്പോ നമുക്ക് പറയുകയാണെങ്കിൽ ആ ഒരു ആയത്ത് മാത്രം ഇന്ന് നമുക്ക് വയല് പറഞ്ഞാൽ വെടിയെത്തൂല. കാരണം ആ 3 കാര്യം പറയാൻ ഒരുങ്ങിയാൽ ഇത്വാഅത്തുല്ലാഹി വറസൂലി ഇന്ന് നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് ഓരോ ഉദാഹരണങ്ങൾ എടുത്ത് പറഞ്ഞാൽ എവിടെയെത്തൂല. പക്ഷെ നമ്മൾ 3 ദിവസം കൊണ്ട് ഇതെല്ലാം കൂടെ തീർക്കണമല്ലോ. അപ്പം അതിൻ്റെ ആ ഗൗരവം മാത്രം നിങ്ങൾ അങ്ങോട്ട് ഉൾക്കൊള്ളുക. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്ത് ഇസ്ലാമിലെ ഒരു നിയമവ്യവസ്ഥയും വിട്ടുപോകാതെ ഇസ്ലാമിൻ്റെ ആ നിയമാവലിയുടെ ഒരു ക്യാപ്സൂളാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത്. ഇതിൽ എല്ലാം ക്യാപ്സൂളായിട്ട് നൽകി അതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞത്. കാരണം എന്താ? വമൻ യുതിഇല്ലാഹ വറസൂലഹ, അല്ലാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ചാൽ അവൻ നിസ്കരിക്കോ, നോമ്പോൽക്കോ, ഖുർആൻ ഓതോ, ഇത്തരം കാര്യങ്ങൾ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം അല്ലാഹുവിനെ റസൂലിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, പടച്ചോനെ റസൂലിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യല. പിന്നെ പറയുന്നത് വയഖ്ശല്ലാഹ, അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. എന്താ വയഖ്ശല്ലാഹ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. വയഖ്ശല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ലിമാ സബഖ മിനദ്ദുനൂബ,
അള്ളാനെ പേടിക്കുന്നത് എന്തിനാ? കഴിഞ്ഞുപോയ പാപങ്ങളെക്കുറിച്ച്, കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പടച്ചോനെക്കുറിച്ച് വലിയ ഭയമാണ്. പടച്ചോനെ, എൻ്റെ 15ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ചെയ്തു കൂട്ടിയ ഒരുപാട് അനർത്ഥങ്ങൾ, ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പല പോയിന്റുകളിലേക്കും ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് അപാകതകൾ വന്നുപോയിട്ടുണ്ട്. കല്യാണത്തിൻ്റെ തലേനാളുള്ള കൂത്താട്ടങ്ങൾ, ന്യൂ ഇയർ ആഘോഷം ഓരോന്നും കടന്നു വരുമ്പം കൂത്താടിയത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ന്യൂ ഇയർ ആഘോഷ പരിപാടികളൊക്കെ പൊടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരു പുതുവത്സര പിറവി വരുമ്പോൾ അവിടെ ഒരുപാട് ആഭാസങ്ങൾ പലപ്പോഴും അരങ്ങേറാറുണ്ട്. സൂറത്തുന്നൂറിന്റെ വെളിച്ചം 10 ദിവസം ഈ സദസ്സിൽ നിന്ന് ഉൾക്കൊണ്ട എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങളതിൻ്റെ സംഘാടകരാകരുത്. കാരണം അള്ളാഹുവിനെ ഭയപ്പെടുക, കഴിഞ്ഞു പോയതാലോചിച്ച് പടച്ചോനെ ഭയപ്പെടുക. കാരണം ജീവിതത്തിൽ ഒരുപാട് വന്നുപോയി, അറിയായ്മകളും അരുതായ്മകളും സംഭവിച്ചു പോയി. ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ എന്ന ഒരു ദൃഢനിശ്ചയം ഈ സദസ്സിൽ നിന്നെടുത്തിട്ട് പിരിയണം. എവിടെയാണ് പ്രിയപ്പെട്ട സഹോദര നമുക്ക് ആഘോഷിക്കാൻ സമയം? നഷ്ടപ്പെട്ടു പോയ ഒരു വർഷത്തെക്കുറിച്ച് ആലോചിക്കാൻ. കഴിഞ്ഞ വർഷത്തിൽ നാം എന്തെല്ലാം നേടി, എന്തെല്ലാം നേടിയില്ല. കഴിഞ്ഞ ഒരു വർഷം എനിക്ക് എന്തെല്ലാം തന്നു, എന്തെല്ലാം തന്നില്ല. കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് എന്തെല്ലാം ലഭിച്ചു, എന്തെല്ലാം ലഭിച്ചില്ല. ഈ ചിന്തയെക്കുറിച്ച് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് വല്ല വിഷമവും എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? നമ്മൾ എന്തിനാ പുതുവത്സര പിറവി വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്? കഴിഞ്ഞ ഒരു വർഷം ഞാൻ കൂത്താടി, ഇതാ പുതിയ ഒരു കലണ്ടറും പുതിയൊരു വർഷവും എന്നിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് അടുത്ത വർഷവും ഞാൻ ഇതുപോലെ കൂത്താടി തീർക്കുമെന്നതുകൊണ്ടല്ലേ പുതുവത്സര പിറവിയുടെ ആഘോഷം തന്നെ മദ്യക്കുപ്പിയിൽ തീർക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. അല്ലെങ്കിൽ ഹറാമായ വിനോദങ്ങളിൽ ഇത് തീർക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു സൂചന അതല്ലേ? കഴിഞ്ഞ ഒരു കൊല്ലം ഞാൻ ഇങ്ങനെ കൂത്താടിയവനാണ്, അടുത്ത കൊല്ലവും കൂടെ കൂത്താടാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാറി നിൽക്കി. ഈമാനുണ്ടെങ്കിൽ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളെക്കുറിച്ച് ഭയപ്പെടുക. അതിന് പറ്റിയ നല്ല ഒരു അവസരമാണ്. ഒരു വർഷത്തിന്റെ എൻഡിലാ നമ്മളുള്ളത്. 2-3 ദിവസം കഴിഞ്ഞാൽ ഇതാ പുതുവർഷം പുലരുകയാണ്. ശരിക്കു ശ്രദ്ധിച്ചോളൂ, ഈ പറഞ്ഞ 2 ഇവിടെ അവസരമുണ്ട്. കഴിഞ്ഞുപോയതിൽ പടച്ച റബ്ബിനെ പേടിക്കുക, വന്നുപോയ പാപത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ പേടിക്കുക. വയത്തഖി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വയത്തഖി ഐ ഫിൽ ബാഖി മിൻ ഉംരിഹി, വരാനിരിക്കുന്ന പ്രായത്തിൽ പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക. ഇപ്പോൾ എല്ലാമായി കഴിഞ്ഞുപോയ പാപങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എപ്പോഴും കണ്ണീരൊഴുകുകയാണ്, കരഞ്ഞു കണ്ണു കലക്കുകയാണ്. പടച്ചറബ് പൊരുത്തപ്പെട്ടു തരാതിരിക്കില്ല. ഈ വെളിച്ചം സ്വീകരിക്കാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടോ? അള്ളാഹു നമുക്ക് വെളിച്ചം നൽകും. വെളിച്ചം തന്നാൽ നമുക്ക് എല്ലാം വിശാലമായി കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരവസ്ഥ വരും. അള്ളാഹു അത് നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. ഇത്രയും ദിവസം നാം ഈ സദസ്സിലിരുന്നതിന്റെ ബർക്കത്തുകൊണ്ട്, നാം ചർച്ച ചെയ്ത വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ ബർക്കത്തുകൊണ്ട്, ഇവിടെ ഇത്രയും ദിവസങ്ങളിലായി പരാമർശിക്കപ്പെട്ടു പോയ മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്കത് സാധിപ്പിച്ചു തരട്ടെ. ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഞാനത് കൂടുതൽ പറയുന്നില്ല, കാരണം ആ വഴിക്ക് സംസാരിക്കാൻ നിന്നാൽ ഇന്ന് മുഴുവൻ അതിലെ പോകേണ്ടി വരും. എത്ര ആളുകൾ കഴിഞ്ഞുപോയ പാപത്തെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞ് കണ്ണ് കലക്കിയവരുണ്ട്. ജീവിതത്തിൽ ഒരു അനർത്ഥം എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കരുത് എന്ന് കരുതി എത്ര സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചവരെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് സമർപ്പിക്കാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാ ഞാൻ പറഞ്ഞത്, അത് മുഴുവനും നമുക്കിവിടെ പറയാൻ പറ്റിയ ഒരു സമയമല്ല. അതുകൊണ്ട് ഇതിന്റെ ആ ഗൗരവം മാത്രം നിങ്ങൾ അങ്ങ് ഉൾക്കൊള്ളുക. എന്താണ് ഈ പറഞ്ഞത്? ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞത് ഇസ്ലാമിന്റെ മുഴുവൻ രൂപവുമാണ്. ഏത്? എന്ന് പറഞ്ഞത് ഈ 3 കാര്യങ്ങള് ഇസ്ലാമിന്റെ സമ്പൂർണ്ണ രൂപമാകുന്നു. ഇത് ഉൾക്കൊണ്ട് ജീവിക്കണം. ഇത്രയൊക്കെ ചെറിയ വാക്കിൽ അള്ളാഹു ഇതെല്ലാം കൂടെ ഒതുക്കിയോ? അതാണ് കഴിവ്. ചെറിയ വാക്കിൽ എല്ലാം കൂടെ ഒതുക്കി വച്ചു എന്നതാണ് ഖുർആനിന്റെ ഇഅ്ജാസിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണത്.
വ്യക്തമായ ഒരു തെളിവാണ്. ഖുർആൻ അമാനുഷികമാണെന്നതിൻ്റെ വലിയ തെളിവാണ്. കാരണം ചുരുക്കി പറയാനാണ് പ്രയാസം. ചുരുക്കി പറയാനാണ് പ്രയാസം. നീട്ടിപ്പരത്തി പറയാൻ പ്രയാസമില്ല. ചുരുക്കി പറയാനാണ് പ്രയാസം. കാരണം പണ്ടൊരു ഇംഗ്ലീഷ് പ്രസംഗകനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഒരു മണിക്കൂർ 15 മിനിറ്റ് ഒരു പ്രഭാഷണം നിങ്ങൾ നടത്തണം, അതിന് നിങ്ങൾക്ക് തയ്യാറാവാൻ എത്ര സമയം വേണം? 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്താൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച സമയം തരണം. ഒരാഴ്ച സമയം തരണോ എനിക്കതിൻ്റെ പ്രഭാഷണം നടത്താൻ, അതിന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഒരാഴ്ചത്തെ സമയം തരണം എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, എന്നാൽ അതൊരു അരമണിക്കൂർ പ്രസംഗമാണെങ്കിലോ? നമ്മൾ സ്വാഭാവികമായിട്ട് പറയാം 2 ആഴ്ച എന്നാ. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അരമണിക്കൂറാണെങ്കിൽ 3 ദിവസം മതി. അരമണിക്കൂർ പ്രഭാഷണം നടത്താൻ എനിക്ക് നിങ്ങൾ 3 ദിവസം മാത്രം വിട്ടു തന്നാൽ മതി. അതിന് എനിക്ക് അന്വേഷണം നടത്താൻ, അതിന് തയ്യാറാവാൻ നിങ്ങൾ ഇത്ര മാത്രം തന്നാൽ മതി. ഉടനെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരല്പവും കൂടെ മുന്നോട്ട് പോയിട്ട് നിങ്ങളോട് 1 മണിക്കൂർ പ്രഭാഷണം നടത്തണം എന്നാണ് ഞങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? 1 മണിക്കൂർ പ്രഭാഷണമാണെങ്കിൽ ആ 1 മണിക്കൂറിന് നിങ്ങൾക്ക് എത്ര സമയം വേണം ഒരുങ്ങാൻ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, 1 മണിക്കൂർ സമയമാണോ? അതിന് ഒരുങ്ങാൻ ഒരു സമയവും വേണ്ട, ഈ സമയത്ത് തന്നെ ഞാൻ തയ്യാറാണ്. 1 മണിക്കൂർ പ്രസംഗിക്കാൻ സമയമുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട, ഇപ്പൊ തന്നെ റെഡിയാണ്. കാരണം പ്രസംഗം നീളും തോറും അദ്ദേഹത്തിന് സമയം വളരെ കുറച്ച് മതി. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താ അങ്ങനെ? അദ്ദേഹം പറഞ്ഞു, നീട്ടിപ്പരത്തി പറയാനല്ല ബുദ്ധിമുട്ട്, ചുരുക്കി പറയാനാണ് വിഷമം. ചുരുക്കി പറയാനാണ് വിഷമം. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ, ഖുർആൻ വ്യാഖ്യാതാക്കളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗത്തുള്ള അധ്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ഭാഗത്തുള്ള അധ്യായങ്ങളുടെ അർത്ഥം അറിയുന്നവർക്കും അവസാന ഭാഗത്ത് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. കാരണം എന്താ, അവസാന ഭാഗത്ത് ഒതുക്കി പിടിച്ചുള്ള സംസാരമാണ്. 1-2 കലിമത്തിൽ ലോകം മുഴുവൻ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ള സംസാരം. ചെറിയ ആയത്തുകളാ. ഇങ്ങനെ ഓരോ മുറിച്ച കലിമത്തുകൾ, ഓരോ മുറിച്ച് ഇങ്ങനെ അവതരിപ്പിക്കുന്ന ചെറിയ കലിമത്തുകളാണ്. അത് വളരെ വലിയ ആശയമുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു അറബി ഭാഷ, സാമാന്യം അറബി ഭാഷ സംസാരിക്കാൻ അറിയുന്ന തിരിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അൽബക്കറയൊക്കെ കേട്ടാൽ എന്തൊക്കെയോ ഒരു പിടുത്തൊക്കെ ഇങ്ങനെ കിട്ടും. സൂറത്തു നിസാവൊക്കെ കേട്ടാൽ എന്തൊക്കെ ഇതിലിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആ താഴെ ഭാഗത്ത് കേട്ടാൽ ഒരു പിടുത്തവും കിട്ടില്ല. അതിന് ശരിക്കും തഫ്സീറുകൾ വെച്ചിട്ട് ഉസ്താദിന്റെ മുമ്പിൽ നോക്കി പഠിച്ചവർക്കേ പറയാൻ കഴിയുള്ളൂ. പരിഭാഷ വായിച്ചിട്ട് ഖുർആനെ സമീപിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അവൻ ആകെ അന്തിച്ചു നിന്നു, ഇതെന്താ സംഭവം എന്നൊരു പിടുത്തവും കിട്ടൂല. അവസാന കാരണം ചുരുക്കി പറയുന്നതാണ് വളരെ പ്രയാസം. നീട്ടിപ്പരത്തി പറയാൻ സമയം വേണ്ട. അങ്ങനെ കുറെ ആളുകളുണ്ട്. സഅദ് ബാഷ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനൊരു കത്തെഴുതി. ആ കത്തെഴുതുമ്പോൾ അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരാമുഖത്തോടു കൂടിയാ തുടങ്ങുന്നത്. ഇന്നി അഅ്തദിറു ഇലൈകാനിൽ ലിതുനാബ് ലിഅന്നഹു ലാ വഖത ഇൻദി ലിൽഇജാസ്. നീട്ടിപ്പരത്തി എഴുതുന്നതിൽ എന്നോട് ക്ഷമിക്കണം, കാരണം ചുരുക്കി എഴുതാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. നീട്ടിപ്പരത്തി എഴുതുന്നതിൽ എന്നോട് ക്ഷമിക്കണം, ചുരുക്കി എഴുതാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. നമ്മളൊക്കെ നേരെ തിരിച്ചാ പറയാ. ഇത് അദ്ദേഹം അങ്ങനെയാ പറഞ്ഞത്, കാരണം വിഷയത്തിന്റെ ഗൗരവം അറിയുന്നത് കൊണ്ടാണ്. എന്നതുപോലെ ഖുർആനിലെ ഈ വാക്കിൽ ഇത് ഇതിൽ ഉൾപ്പെടാത്ത ഒന്നുമില്ല. നിങ്ങളുടെ വൈയക്തിക പ്രശ്നങ്ങൾ ഓരോന്നും കടന്നു വരുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട്, ആരാധനാകർമ്മങ്ങൾ കടന്നു വരുന്നുണ്ട്, അയൽപ്പക്കക്കാരുമായുള്ള ബന്ധങ്ങൾ കടന്നു വരുന്നുണ്ട്, സാമൂഹ്യ കടമകൾ മുഴുവനും കടന്നു വരുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ ആയത്തിൽ പെട്ടുകഴിഞ്ഞു. ഏത് ഇത് മൂന്നും റെഡിയായവൻ അള്ളാഹുവിനെയും റസൂലിനെയും 100% അംഗീകരിക്കുകയും കഴിഞ്ഞുപോയ പാപങ്ങളിൽ പടച്ചവനെ പേടിക്കുകയും വരാനിരിക്കുന്ന ജീവിതത്തിൽ പടച്ച റബ്ബിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവർ വിജയിച്ചവരാകുന്നു.
വമൻ യുതിഇല്ലാഹ വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ ഈമാനിഹിം. മുനാഫിക്കുകളെ കുറിച്ചുള്ള പരാമർശമാണ് നടത്തുന്നത്. അത് തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ നിഷ്കളങ്കരായ വിശ്വാസികൾ എങ്ങനെയാ പറയാ? ആര് പറഞ്ഞതുപോലെയല്ല, മുനാഫിഖായ ബിശ്ർ പറഞ്ഞതുപോലെയല്ല പറയാ. ഞാൻ കഅബിന്റെ അടുത്തേക്ക് ആ തീരുമാനത്തിന് റസൂലുള്ളാഹിയുടെ അടുത്തേക്കില്ല എന്നല്ല. പള്ളിയിലെ മുസ്ലിയാരുടെ മധ്യസ്ഥം എനിക്ക് വേണ്ട, ഉസ്താദിന്റെ മധ്യസ്ഥം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നാട്ടുകാരണവന്മാരുടെ മധ്യസ്ഥത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നു. ഇത്തരം സ്വഭാവങ്ങളായി ഇന്ന് നമ്മളിലുള്ളത്. ആലിമിന്റെ മധ്യസ്ഥത്തിൽ വരണം വിഷയങ്ങൾ. ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചിട്ട് വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന സ്വഭാവങ്ങൾ വരണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, പഴയ കാലത്ത് മുസ്ലിമീങ്ങളുടെ ഇസ്സത്തും അതായിരുന്നു. അവരുടെ ഓരോരുത്തരുടെയും കോടതികൾ അവരവരുടെ മഹല്ലത്തുകളായിരുന്നു. ആ മഹല്ലത്തുകളെ ചുറ്റിപ്പറ്റിയായിരുന്നു അവിടുത്തെ കുടുംബ പ്രശ്നങ്ങൾ തീർന്നിരുന്നത്. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് മാനക്കേടുള്ള വാർത്തകളല്ലേ കുടുംബ കോടതിയിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അതിന് കാരണം? മുസ്ലിമിന്റെ കേസുകൾ അങ്ങോട്ട് എത്തിക്കാൻ തന്നെ പാടില്ലായിരുന്നു. രാജ്യ നിയമത്തിലേക്ക് എത്തിക്കാതെ ഇത് മഹല്ലത്തിൽ നിന്ന് തീരാമായിരുന്നു. അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്ന വിശ്വാസിക്ക് ഇത് നഷ്ടപ്പെട്ടു പോയതാണ് പറ്റിയ കുഴപ്പം. ഉമറാക്കള് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോകാൻ മുസ്ലിയാരൊരു പക്ഷേ കാരണക്കാരാകും, പള്ളി കമ്മിറ്റിക്കാരൊരു പക്ഷേ കാരണക്കാരാകും. കാരണം ഇനി പറയുന്നുണ്ട്, അവിടെ വെച്ച് ഞാൻ പറയാം. പള്ളിക്കമ്മിറ്റിക്കാരായി പല സ്ഥലത്തും പള്ളിക്കമ്മിറ്റി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവർ നിസ്കരിക്കുക പോലും ചെയ്യാത്തവരാണ് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വേദനാജനകമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇങ്ങനെ നമ്മുടെ നാടുകളിൽ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല എന്നല്ല, പരിസര മഹല്ലുകളിൽ ഓരോരുത്തരുടെയും നാടുകളിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അള്ളാഹു അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഒരു മഹല്ലു ഭരിക്കുന്ന കമ്മിറ്റിക്കാർക്ക് വേണ്ട കുറേ യോഗ്യതകൾ അള്ളാഹു പറയുന്നുണ്ട്. പറയാൻ സമയം കിട്ടുമോയെന്ന് അറിയില്ല. സമയം കിട്ടിയെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ ആ ആയത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നിസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചുമൊക്കെ പറയുന്ന സമയത്ത് പരാമർശിക്കാൻ സമയം ലഭിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ ഒരൽപ്പം പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഈ മുനാഫിക്കുകളെ കുറിച്ച് ഖുർആൻ പറയുന്നു, വഅഖ്സമൂ ബില്ലാഹി ജഹ്ദ ഈമാനിഹിം വഅഖ്സമൂ ബില്ലാഹ്. അവര് പ്രത്യക്ഷത്തിൽ മുസ്ലിമാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ വല്ലാഹി പറഞ്ഞ് സത്യം ചെയ്യും. വഅഖ്സമൂ ബില്ലാഹി, അല്ലാഹുവിനെ പിടിച്ചവർ സത്യം ചെയ്യുന്നു. അല്ലാഹുവാണ് സത്യം എന്നവർ പറയുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ജഹ്ദ ഈമാനിഹിം, അവരെ കൊണ്ട് ആവാവുന്നത്ര അവർ സത്യം ചെയ്യുന്നു. ഒരാൾക്ക് എത്രയാണോ ആകാവുന്നത് അത്രയും, അവർക്കാകാവുന്ന അത്ര സത്യം അവർ ചെയ്യുന്നു. ജഹ്ദ ഈമാനിഹിം, പരമാവധി അവരെ കൊണ്ടാവും പോലെ അവർ ആണയിട്ട് പ്രഖ്യാപിക്കുന്നു. പടച്ചോനെ പിടിച്ച് എന്ത്? ലഇന്നമർതഹും ലയഖ്റുജുന്ന. ആ മുനാഫിക്കുകൾ നിങ്ങളോട് പറയാ നബി, അതിനവര് ആ സത്യം എല്ലാ നിലക്കും കൊഴുപ്പ് കൂട്ടിയിട്ടുണ്ട്, ഭദ്രമാക്കിയിട്ടുണ്ട്. എന്താണ് ആ സത്യത്തിൽ അവർ പറയുന്നത്? നിങ്ങൾ എപ്പോഴാണോ കൽപ്പിക്കുന്നത് ഉടനെ അവർ പുറപ്പെടാൻ തയ്യാറാണെന്ന് അവർ പറയുന്നു. യുദ്ധത്തിന് വേണ്ടി സമരക്കളത്തിലേക്ക്, യുദ്ധം എന്ന പദം തന്നെ മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ അത് ചരിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഉണ്ടായൊരു വിഷയമാണ്. യുദ്ധം എന്ന പദം തന്നെ മുസ്ലിമീങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല. കാരണം മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ല, സമരമേ നടത്തിയിട്ടുള്ളൂ. കാരണം അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുമ്പോൾ അത് യുദ്ധമല്ലാതെ സമരമാണ്. നേരെ മറിച്ച് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കുക, പാവപ്പെട്ട ജനങ്ങൾ പിറന്ന നാട്ടിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് പലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് യുദ്ധമാണ്. മറ്റുള്ളവരുടെ ഭൂമി വെട്ടിപ്പിടിക്കാനും അവരുടെ വിഭവങ്ങൾ വെട്ടിപ്പിടിക്കാനും നോക്കുന്നതിനാ യുദ്ധം എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന സമയത്ത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം, ഉദാഹരണത്തിന് പലസ്തീൻ്റെ മക്കൾ യുദ്ധം ചെയ്യുകയല്ല, അവർ സമരം ചെയ്യുകയാണ്. കാരണം അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇതേ രൂപത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നോക്ക്, നിങ്ങൾ ശക്തമായ 13 കൊല്ലക്കാലം മക്കത്ത് സഹിച്ച പീഡന കഥകൾ മുഴുവനും പറയ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടണ്ട, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം
ജനിച്ച നാട് ഏതൊരു മനുഷ്യന്റെയും ജീവന് തുല്യം അവൻ സ്നേഹിക്കുന്നത് ആ ജന്മനാടിനോടുള്ള ആ സ്നേഹം അതവന് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ സ്വന്തം ജനിച്ച മണ്ണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടുതരാം, എന്നാലും നിങ്ങൾ എന്നെ കല്ലെറിയണ്ട, എൻ്റെ കൂടെയുള്ളവരെ കല്ലെറിയണ്ട, നിങ്ങളെ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് മുഹമ്മദുർ റസൂലുള്ളാഹി മദീനയിലേക്ക് നീങ്ങിക്കൊടുക്കുന്നു. എന്നിട്ട് അവിടെയും അതാ ആ മദീനത്തും ഹബീബായ റസൂലുള്ളാഹിനെ മര്യാദക്ക് നിൽക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോഴല്ലേ നബിതങ്ങളോട് അല്ലാഹു പറഞ്ഞത്, നബിയെ പീഡിത വിഭാഗത്തിന് നിലനിൽപ്പിന് വേണ്ടി വാളെടുക്കാം. ആ ഘട്ടത്തിലാണ്, അവസാന ഘട്ടത്തിലാണ് വാളെടുപ്പ് നടത്തുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, പലപ്പോഴും ബദർ എന്താണ് എന്ന് മനസ്സിലാക്കാതെ, ബദറിന്റെ പശ്ചാത്തലങ്ങൾ പറയാതെ, മക്കയിലെ അക്രമ സ്വഭാവങ്ങളെ കുറിച്ചൊന്നും പറയാതെ, മദീനയിൽ നിന്ന് പെട്ടെന്ന് ബദർ സമരക്കളത്തിലേക്ക് കോപ്പും കൂട്ടി വരുന്ന മുസ്ലിമീങ്ങളെ അങ്ങ് അവതരിപ്പിച്ച് സ്വാഭാവികമായും പടച്ച റബ്ബിന്റെ വാഗ്ദാനം മുഖേന മുസ്ലിമീങ്ങൾക്ക് വിജയവും കൂടെ ഉണ്ടാകുമ്പോൾ മറ്റുള്ള മതസ്ഥർക്ക് ഇത് കേൾക്കുമ്പോൾ ഇത് തനിച്ച ഒരു വെട്ടിപ്പിടുത്തമായിരുന്നോ എന്ന് തോന്നിപ്പോകും. ബദർ എന്താണെന്നറിയാതെ, ബദറിന്റെ പശ്ചാത്തലങ്ങൾ അറിയാതെ, അത് പറയാതെ വെറും കൊഴുപ്പുകൂട്ടി ബദറുകൾ അവതരിപ്പിച്ചത്, പ്രത്യേകിച്ച് ബദർ കിസ്സപ്പാട്ടുകൾ അവതരിപ്പിച്ചതാണ് ഈ നാട്ടിലുണ്ടായ ബുദ്ധിമുട്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. സംഗതിയുടെ കടുപ്പം മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ബദർ അവതരിപ്പിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ ബദറിന്റെ കാരണം പറയുമ്പോൾ മക്കയിൽ നിന്ന് തുടങ്ങണം. 40 തൊട്ട് 53 വയസ്സുവരെയുള്ള കഥകൾ പറയണം. എന്നിട്ട് മദീനയിലേക്ക് പോകുന്നത് പറയണം. അവിടെയൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി തോറ്റുകൊടുക്കുന്ന ചിത്രങ്ങൾ പറയണം. ആ കാലയളവിൽ റസൂലുള്ളാഹിക്കുണ്ടായ നാശനഷ്ടങ്ങള്, തൻ്റെ ഉമ്മത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ വിവരിക്കണം. എന്നിട്ട് നിങ്ങൾ 10 ബദർ ഒരുമിച്ച് പറഞ്ഞാലും ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഇത്രയേ മുഹമ്മദ് പകരം വീട്ടിയുള്ളൂ എന്നേ ചോദിക്കൂ ഏതൊരാളും. ഇതില്ലാത്തത് കൊണ്ടാണ് ഇവിടെ കുഴപ്പമുണ്ടാകുന്നത്. അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ സമരത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. സമരക്കളത്തിലേക്ക് പുറപ്പെടണമെന്ന് നബിയെ നിങ്ങൾ എപ്പോ പറഞ്ഞാലും അവര് പുറപ്പെടുമെന്നതിന് അവർ അല്ലാഹുവിനെ ആണയിടുന്നുണ്ടല്ലേ നബിയെ. വഅഖ്സമൂ ബില്ലാഹി ജഹദ ഈമാനിഹിം ലഇൻ അമർതഹും ലയഖ്റുജുൻ. അവർ നിങ്ങളുടെ കൂടെ പുറപ്പെടാം എന്നവർ വാക്ക് തരുന്നുണ്ടെങ്കിൽ ഖുൽ, നബിയെ തങ്ങൾ പറയണം, ലാ തുഖ്സിമൂ, നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യണ്ട. സത്യം ചെയ്യുന്നതിനൊന്നും അത്ര കഴമ്പില്ല. മറിച്ചോ ത്വാഅത്തും മഅറൂഫാ, വ്യക്തമായ അനുസരണമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്. ഖുല്ലാ തുഖ്സിമൂ ത്വാഅത്തും മഅറൂഫാ. അപ്പൊ നിഫാഖിന്റെ ലക്ഷണം എന്താണ്? അള്ളാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആ സത്യപ്രതിജ്ഞക്ക് ഘടകവിരുദ്ധമായിട്ട് ജീവിക്കുക. ഇത് തന്നെയാണ് നിഫാഖ്. ഇത് പറയുമ്പോൾ ഞാൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമുക്കൊക്കെ അക്ഷരാർത്ഥത്തില് പറയാൻ പറ്റും, ഞാൻ മുനാഫിക്കുകളുടെ ലിസ്റ്റിൽ പെട്ടുപോയോ എന്ന് ചിന്തിക്കാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹു ഓരോ സമയത്തും ചോദിക്കായിരുന്നു ഹുദൈഫയോട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ ചോദിക്കാനും അന്വേഷിക്കാനും സമയമുണ്ട്. കാരണം എന്താ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നമ്മളൊക്കെ എത്ര സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ആ സത്യപ്രതിജ്ഞയുടെ അടുത്തുപോലും ഉണ്ടോ നമ്മുടെ പ്രവർത്തന മണ്ഡലവും സത്യപ്രതിജ്ഞയും തമ്മിൽ എന്തൊരന്തരം. ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഇരിക്കുന്ന നമ്മളൊക്കെയും ഇന്ന് അള്ളാഹുവിനോട് വല്ലാത്തൊരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഒരു ഭദ്രമായ സത്യപ്രതിജ്ഞ കൊണ്ടാണ് നമ്മുടെ നിസ്കാരം ആരംഭിക്കുന്നതല്ലേ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് അതിൻ്റെയൊക്കെ ഒരു ആ കെലിമത്തുകളുടെയൊക്കെ കടുപ്പൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചവനെ, ഞാനിതാ എൻ്റെ ശരീരത്തെ സമർപ്പിച്ചിരിക്കുന്നു നിനക്ക് വേണ്ടി. ആകാശഭൂമികളെ സൃഷ്ടിച്ചു സംവിധാനിച്ച നിനക്ക് വേണ്ടി ഞാനിതാ എൻ്റെ ശരീരത്തെ സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ശിർക്ക് പ്രവർത്തിക്കുകയില്ല, ശിർക്കിനെ കുറിച്ച് ആലോചിക്കുകയുമില്ല. ഞാൻ ശിർക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ഇല്ല. പടച്ചവനെ, ഇതാ ഞാൻ പൂർണ്ണമായ മുസ്ലിമായി നിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടു വന്നിരിക്കുന്നു. എന്നിട്ട് പടച്ചവനോട് പറയാണ്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചവനെ, നിശ്ചയം എൻ്റെ നിസ്കാരം,
വനുസുക്കി, നിസ്കാരം എന്ന് പറഞ്ഞാൽ പോരാ. എൻ്റെ നോമ്പ്, എൻ്റെ ഖുർആൻ പാരായണം, എൻ്റെ ഹജ്ജ്, കുടുംബബന്ധം ചേർക്കുന്നത്, ദാമ്പത്യ ജീവിതം എന്തൊക്കെ ആവട്ടെ, വനുസുക്കി, എൻ്റെ മുഴുവൻ ആരാധനകളും. എന്തിനധികം, ഇതിങ്ങനെ പറഞ്ഞാൽ തീരൂല, എണ്ണി എണ്ണി പറയാനൊരുങ്ങിയാൽ തീരൂല. അപ്പൊ നമ്മൾ പറയാണ് ഓ മഹിയായ ഓമമാതി, എൻ്റെ ജീവിതവും മരണവും മുഴുക്കെ, എൻ്റെ അനക്കവും എൻ്റെ അടക്കവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിന് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. വബിദാലിക ഉമിർത്തു, അങ്ങനെയാണ് എനിക്ക് കൽപ്പനയുള്ളത്. ഈ സന്ദേശം കൊണ്ടാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്ത്? എൻ്റെ അടക്കവും അനക്കവും പടച്ചോന്റെ പൊരുത്തത്തിലാവണം. ആ ആജ്ഞയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അനമിനൽ മുസ്ലിമീൻ, 100% ഞാനിത് ജീവിതത്തിൽ പകർത്തുന്ന അനുസരണശാലികളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകും പടച്ചോനെ. അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ കയ്യും കെട്ടി നിന്ന് എത്ര അതബോടെയാ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇനിയാണ് നിങ്ങൾ ഈ ആയത്തിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. എന്ത്? ഖുല്ലാ തുഖ്സിമൂ തഅത്തും മഅറൂഫ, നബിയേ നിങ്ങൾ ഉമ്മത്തിനോട് വിളിച്ചു പറയണം, സത്യപ്രതിജ്ഞക്ക് കൊഴുപ്പ് കൂട്ടിയിട്ട് കാര്യമില്ല. മറിച്ച് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നിങ്ങളിൽ നിന്ന് നാം തേടുന്നത് തഅത്തും മഅറൂഫ, വ്യക്തമായ അനുസരണമാണ്. നാട്ടിലേതൊരാൾക്ക് നിങ്ങളെ കണ്ടാലും നിങ്ങളൊരു മാപ്പിളയാണെന്ന് പറയാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളിൽ വേണം. വജ്ജഹത്ത് ഓതിയതുകൊണ്ട് സംഗതി നടക്കൂല. മാപ്പിളയാണ് എന്ന് നിങ്ങളെപ്പറ്റി പറയാൻ കഴിയണം. അത് നിങ്ങളെ വാക്കും പ്രവൃത്തിയും ചിന്തയും കണ്ടാൽ പറയാൻ കഴിയണം. വജ്ജഹത്ത് ഓതുന്ന നമുക്ക് എത്ര പേർക്ക് ഇതുണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അനുസരണമില്ലാതെ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ടൊരു കാര്യവുമില്ല. ഈ വജ്ജഹത്ത് ഓതുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയോ? മഗ്‌രിബിന് വജ്ജഹത്ത് ഓതുക, നിസ്കരിക്കാൻ. ആ വജ്ജഹത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴും ഉമ്മയുടെ മനസ്സിലുള്ളത് വജ്ജഹത്ത് ഇത്രയൊക്കെ കടുപ്പുള്ള കാര്യമാണ് ഉമ്മ അറിയുന്നില്ല. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ ഉമ്മമാത്തി, എൻ്റെ അടക്കവും എൻ്റെ അനക്കവും റബ്ബേ നിനക്കു വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പറയുന്ന ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ആലോചിക്കുന്നത്, റബ്ബേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് ആ സലാം വീട്ടുമ്പോഴേക്ക് റിയാലിറ്റി ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമെന്ന അമ്മാന്റെ മനസ്സിലുള്ളത്. എവിടെയാണ് നമ്മുടെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് എന്തർത്ഥമുണ്ട്? പ്രിയപ്പെട്ട സഹോദരി, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾ ചിന്തിക്കണം. നിസ്കരിക്കുമ്പോഴും ചിന്ത, ഇത് കഴിയുമ്പോഴേക്ക് പരിപാടി തുടങ്ങിപ്പോകുമോ എന്നുള്ള പേടിയാണ്. നമ്മുടെ സത്യപ്രതിജ്ഞ എവിടെ കിടക്കുന്നു? നമ്മുടെ പ്രവർത്തന മണ്ഡലം എത്ര അന്തരമുണ്ട് രണ്ടും തമ്മിലൊന്ന് ആലോചിച്ച് നോക്ക. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, വജ്ജഹത്ത് ഓതുന്ന സമയത്തും അതാ മഗ്‌രിബിന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരൻ, അയാൾ മനസ്സിലിങ്ങനെ കാണുന്ന സ്വപ്നം എന്താണ്? അയാൾ മനസ്സിലിങ്ങനെ കാണുകയാണ്, ഇന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് ആരെയൊക്കെ പറ്റിക്കാൻ പറ്റും. അങ്ങനെയാണ് അയാൾ ചിന്തിക്കുന്നത്. കച്ചവടക്കാരനാണ്, ബ്രോക്കറാണ്, മറ്റാരോ ആണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കുന്നവനാവട്ടെ, അതത് രംഗങ്ങളിൽ അരുതായ്മകളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണവൻ. നിസ്കരിക്കുമ്പോഴും അതിനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസ് അവന്റെ കൂടെ ഇത് കൊഴുപ്പിക്കാനുണ്ട്. ഇവൻ പറയുന്നു, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തൊരന്തരം! അള്ളാഹു പറഞ്ഞു, ലാ തുഖ്സിമൂ തഅത്തും മഅറൂഫ, സത്യപ്രതിജ്ഞ നിങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്യണ്ട എന്നല്ല അതിന്റെ അർത്ഥം, ചെയ്യണം. പക്ഷേ വേണ്ടത് എന്താണ്? തഅത്തും മഅറൂഫ, വ്യക്തമായ അനുസരണമാണ്. തഅത്തുൻ എന്നും അല്ല പറഞ്ഞത്, തഅത്തും മഅറൂഫ. ഏതൊരു അന്ധനും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തില് ഇയാളൊരു മാപ്പിളയാണ് കേട്ടോ എന്ന് ആർക്കും കണ്ടാ തിരിയണം. ഇതില്ലെങ്കിൽ പിന്നെ സത്യപ്രതിജ്ഞ കുറേയാണ്ട് കൊഴുപ്പിച്ചത് കൊണ്ട് സംഗതി നടക്കൂല. ഇത് നമുക്ക് നല്ലൊരു പോരായ്മ തന്നെയാണ് ഇന്ന്. ഇത് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു പോരായ്മയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. കാരണം സത്യപ്രതിജ്ഞ ചെയ്യുന്നതും നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല. സത്യപ്രതിജ്ഞ കൊണ്ട് നന്നാവുകയാണെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ നന്നാവണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിനെന്തൊരു ഔദ്യോഗികതയാണ്. ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഔദ്യോഗികതയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ അള്ളാഹു ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഭരണാധികാരികളെ ഒരു വിചാരണ നടത്താറുണ്ടോ? ആരെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യും. നാട്ടുകാരുടെ, രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരുടെയും ക്ഷേമാഐശ്വര്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, എൻ്റെ മരണം വരെ പോരാടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്താലും ഇയാൾ ഇറങ്ങിപ്പോരുന്നതിന് മുമ്പ് ഈ 5 കൊല്ലത്തിനുള്ളിൽ ഇയാൾ ഈ ചെയ്തതിൽ എത്ര എണ്ണം പാലിച്ചു എന്ന് ഇയാളെ മുൻനിർത്തിയിട്ട് വിചാരണ ചെയ്യാൻ
തയ്യാറാവാറുണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലാകെ സത്യപ്രതിജ്ഞയെ ചൊല്ലി നടക്കാറുള്ള ചർച്ച ആ സത്യപ്രതിജ്ഞയിൽ ചെയ്തത് ഇവർ അനുസരിച്ചോ എന്നതല്ല, മറിച്ച് സത്യപ്രതിജ്ഞ നടന്നത് എങ്ങനെയാ? ദൈവനാമത്തിലാണോ, ദൈവനാമത്തിലല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചർച്ച. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അതെങ്ങനെയാണ് പറയേണ്ടത്, അതൊക്കെ വേറെ വിഷയം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സത്യപ്രതിജ്ഞ ചെയ്യണ്ടെന്നുമല്ല, ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൽ പ്രാധാന്യ അനുസരണത്തിനാണ് എന്നതാണ്. ഇതെത്രയാൾ ശ്രദ്ധിക്കാറുണ്ട്? അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സത്യപ്രതിജ്ഞ പടച്ചോനോട് പുലർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാറുണ്ടോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ, അയാൾ എങ്ങനെയാണ് ഈ തോന്യാസങ്ങളുമായിട്ട് നാട്ടിലിങ്ങനെ ഓടി നടക്കുക? എല്ലാ തോന്യാസങ്ങളുടെയും മുമ്പിൽ അയാൾ ഉണ്ടാവും. നിസ്കരിക്കാൻ ഒന്നാം സഫിലുണ്ടായിട്ട് കാര്യമുണ്ടോ? തോന്യാസത്തിനുണ്ടായ നിസ്കരിക്കാൻ ഒന്നാം സഫിലുണ്ടായിട്ട് കാര്യമുണ്ടോ? കുത്തിത്തിരിപ്പിലുണ്ടായാൽ, കുത്തിത്തിരിപ്പ് വലിയൊരു വിഷയമാണ്. നാട്ടിൽ ഈ തിരിപ്പുണ്ടാക്കി ഇങ്ങനെ നടക്കുന്ന പണിയായാൾക്ക് നിസ്കരിക്കാൻ ഒന്നാം സഫിൽ തന്നെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാളുടെ ജീവിതത്തിൽ ഒരുപാട് അരുതായ്മകളുണ്ട്. നല്ലോണം കരുതണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഒരു ക്ലാസ്സിൽ നിന്ന് ഞാൻ ആ സ്ഥലം പറയാത്തത്, സ്ഥലം പറയുമ്പോൾ ഇതിൻ്റെ CD ഇറങ്ങുമ്പോൾ ക്ഷീണാണെന്ന് കരുതിയിട്ടാ സ്ഥലം പറയാതിരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ കൂടെ ജുമുഅക്ക് വന്ന ഒരാൾ, അയാൾ ജുമുഅക്ക് വരുന്ന സമയത്ത് അയാളുടെ കണ്ണിലേക്കാണ് നോക്കിയിട്ട് തന്നെ എനിക്ക് ഒക്കുന്നില്ല. അയാൾ നല്ലോണം ഒന്ന് പൂശി വരികയാണോ എന്ന് എനിക്ക് കണ്ടിട്ട് തന്നെ തോന്നി, അയാളുടെ കണ്ണിൻ്റെ കളറ് കണ്ടിട്ട്. അങ്ങനെ ജുമുഅ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും വണ്ടി എടുത്തു പോയി. അയാൾ നേരെ ബാറിൻ്റെ മുമ്പിൽ നിർത്തി വീണ്ടും ബാറിൽ കയറി കുടിച്ചിട്ടാ പോയത്. ഇയാളും പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇയാളും പറഞ്ഞു, ഇത് പടച്ചവനെ കളിയാക്കലല്ലേ, പടച്ച റബ്ബിനെ കളിയാക്കലല്ലേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തേ ഇത്. അതുകൊണ്ട് അള്ളാഹുവിനെ കളിയാക്കുന്ന ഈ വൃത്തികെട്ട സംസ്കാരം നമ്മൾ അവസാനിപ്പിക്കണം. പിന്നെന്താ വേണ്ടത്? വജ്ജഹത്ത് ഓതാതിരിക്കേ? വജ്ജഹത്ത് ഓതാതിരിക്കല്ല, വജ്ജഹത്ത് ഓതുന്നതിനനുസരിച്ച് ജീവിക്കുക, ഇതാ വേണ്ടത്. എന്നാൽ ഇനി ഞാൻ വജ്ജഹത്തിനുമില്ല നിക്കാരത്തിനുമില്ല മൊലിയാരേ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വജ്ജഹത്ത് ഒഴിവാക്കാനും നിക്കാരം ഒഴിവാക്കാനും അല്ല പറഞ്ഞത്, നിക്കരിക്കുമ്പോൾ പറയുന്ന പ്രതിജ്ഞക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക. എന്തായാലും നമ്മളിൽ നിന്ന് അനർത്ഥങ്ങൾ സംഭവിക്കും, അരുതായ്മകൾ വരും, മനുഷ്യരല്ലേ. അത് പുറത്തു തരാൻ ഗാഫിറായ ഗഫൂറായ ഗഫാറായ റബ്ബ് കാത്തിരിക്കാൻ. നോക്ക്, നിങ്ങൾ 3 അള്ളാഹുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്: ഗാഫിർ, ഗഫൂർ, ഗഫാർ. ഗാഫിർ എന്ന് പറഞ്ഞാൽ ഭാഗികമായി പൊറുക്കുന്നവനാണ്, ഗഫൂർ എന്ന് പറഞ്ഞാൽ എല്ലാം പൊറുക്കുന്നവനാണ്, ഗഫാർ എന്ന് പറഞ്ഞാൽ എല്ലാം പൊറുത്തു പിന്നെയും ചെയ്താൽ പിന്നെയും പൊറുക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ റബ്ബ് നമ്മളെ കാത്തിരിക്കുകയാണ്. അപകടങ്ങൾ വല്ലതും സംഭവിച്ചു പോയെങ്കിൽ അവൻ പൊരുത്തപ്പെട്ടു തരും. പക്ഷേ അവന് പൊരുത്തപ്പെടാൻ മാത്രം നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടതില്ല, അറിയാതെ തന്നെ അങ്ങനെ വരും. അതുകൊണ്ട് പരമാവധി നിയന്ത്രിക്കേണ്ട പ്രിയപ്പെട്ട മുസ്ലിമേ നിന്റെ ജീവിതം, അല്ലെങ്കിൽ സംഗതി അപകടമാണ്. നമ്മൾ അപകടം വിളിച്ചു വരുത്തരുത്. ലോകത്ത് ആദ്യമായി വജ്ജഹത്ത് പാരായണം ചെയ്തത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. ഖുർആൻ അത് പറയുന്നുണ്ട്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർളി. വജ്ജഹ്തു ഓതുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ ഓതിയത് 100% ജീവിതത്തിൽ പാലിക്കാൻ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പതറിയിട്ടില്ല. നോക്ക് നിങ്ങൾ, അവിടെയാണ് സ്വന്തം മകനെ പോലും ബലി കൊടുക്കണം പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന് പറയുമ്പം ബലി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ഒരുങ്ങി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ സ്വന്തം മകനെ അതാ അറുക്കാൻ വേണ്ടി തള്ളിയിടുമ്പോ ഉപ്പ മകനോട് സമ്മതം ചോദിക്കുന്നു, മോനെ നിനക്ക് ഇഷ്ടമാണോ? ആ വജ്ജഹത്ത് ഓതിയ ഉപ്പയുടെ മകൻ, ആ മകനും ഈ വജ്ജഹത്ത് കേട്ട് പഠിച്ചു വളർന്ന മോനാണ്. ഈ വജ്ജഹത്ത് പ്രാക്ടിക്കലാക്കിയ ആ വാപ്പയുടെ മോനാണ്. വാപ്പയുടെ മോന് പറയുന്നു, ഉപ്പാ യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പാ, നിങ്ങൾക്ക് എന്ത് കൽപ്പനയുണ്ടെങ്കിലും അത് നടപ്പാക്കാം. അത് നടപ്പിലാക്കുന്നിടത്ത് നിങ്ങൾ പേടിക്കണ്ട. അവിടെ ഞാൻ ഇളകൂലേ എന്നുള്ള പേടിയാണ്, അറുക്കുമ്പോൾ ഞാൻ എണീച്ചോടൂലേ എന്നുള്ള പേടിയാണ്, അല്ലെങ്കിൽ ഞാൻ വാവിട്ട് കരയൂലേ എന്നുള്ള പേടിയാണ്. പടച്ച റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതുവഴി എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുമെങ്കിൽ
പടച്ച റബ്ബിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഉപ്പ എന്നെ അറുത്തോളൂ, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉറപ്പുണ്ടെങ്കിലും ബറക്കത്തിന് വേണ്ടി ഒരു ഇൻഷാ അല്ലാഹ് അവിടെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്റെ ഉപ്പ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും മിനസ് സാബിരീൻ. ഈ ലോകത്ത് നല്ല നേരത്ത് ക്ഷമിക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ ക്ഷമിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം തൊട്ട് വലിയ വലിയ പരീക്ഷണങ്ങൾക്കിരയായവരുണ്ട്. അവരൊക്കെ ക്ഷമിച്ചിട്ടുണ്ടല്ലോ ഉപ്പാ. അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കുന്നതിൽ വിഷയമില്ല ഉപ്പാ. എൻ്റെ മുമ്പിൽ ക്ഷമിച്ചവർ ഈ ലോകത്ത് ഒരുപാട് ആളുകൾ പലതും ക്ഷമിക്കാനുണ്ട്. വലിയ വലിയ സ്വാഭിര്യങ്ങളൊക്കെ വരാനുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹിയൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നുണ്ട്. സത്തജിദുനി ഇൻഷാ അല്ലാഹു ബിനസ് സാബിരീൻ. ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. ആ പറഞ്ഞ ആ പ്രയോഗത്തിലെ അദബ് കൊണ്ടാണ് ഇസ്മായിൽ നബിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എഴുതി വെക്കുന്നു. സത്തജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ എന്നാണ് പറഞ്ഞതെങ്കിൽ ക്ഷമിക്കാൻ കഴിയാതെ പോകാൻ സാധ്യതയുണ്ടായിരുന്നു. സത്തജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. മുമ്പ് കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്നവരുമായ ആ ക്ഷമാശീലരുടെ പട്ടിക മറന്നുപോയിട്ടില്ല. എന്നാൽ ഇത് മറന്നുകൊണ്ടല്ല, എന്നാലും എനിക്ക് ക്ഷമിക്കാൻ കഴിയുമെന്ന ഭാവത്തിൽ ഇത് പറഞ്ഞ ഒരു മഹാനുമുണ്ട്. ഞാൻ ആ മഹാന്റെ പേര് പറയുന്നില്ല. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ഓതാറുണ്ടൽക്ക് ഫിൽ സത്തജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ എന്ന് പറഞ്ഞ ആ മഹാന് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്തുകൊണ്ട്? ആ പ്രയോഗം അങ്ങനെയായിരുന്നു എന്നത് മാത്രമല്ല, അള്ളാഹുവിൻ്റെ തീരുമാനം അവിടെ ക്ഷമിക്കാൻ സാധിക്കരുതെന്നാണ്. കാരണം ചില ഗുണങ്ങൾ അപ്പുറത്ത് കിടപ്പുണ്ട്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതാ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ ക്ഷമിക്കും ഉപ്പാ. എങ്ങനെയാ മോനെ നീ ക്ഷമിക്കുക? അങ്ങനെ ഉപ്പ മോനെ അതാ കയ്യും കാലും കെട്ടിയിട്ട് കിടത്താൻ ഒരുങ്ങുമ്പോൾ, മോൻ അറക്കാൻ വേണ്ടി കിടത്താൻ ഒരുങ്ങുമ്പോൾ മോൻ പറഞ്ഞു, ഉപ്പാ കയ്യും കാലും കെട്ടിയേക്ക്. എന്തിനാണ് ഉപ്പാ? ഒന്നുമല്ല ഉപ്പാ, ഞാൻ ക്ഷമിക്കുമെന്ന് നിങ്ങളോട് വാക്ക് തന്നിട്ടുണ്ട്. എന്നാലും കത്തി കഴുത്തിൽ വെച്ച് വലിക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ ഇളകിപ്പോകോ, എൻ്റെ കയ്യോ കാലോ അനങ്ങുമ്പോൾ ഞാൻ തട്ടിപ്പിടഞ്ഞാൽ, ഞാൻ കയ്യും കാലും നിലത്തിട്ടടിച്ചാൽ എൻ്റെ ഉപ്പക്കെന്നെ അറക്കുന്ന ആ ദൗത്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിപ്പോകോ, അറക്കാൻ സാധിക്കാതെ വരുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഉപ്പ ഒരു കാര്യം ചെയ്തേക്ക്, കയ്യും കാലും ഒക്കെ ഭദ്രമായി കെട്ടിയേക്ക്. കയ്യും കാലും കെട്ടി ഉപ്പനോട് മകൻ പറയുന്നു, ഉപ്പാ കിടത്തുമ്പം മലർത്തിക്കിടത്തല്ല. കാരണം ഒരുപാട് നാട് 100-ലധികം പ്രായം മക്കളില്ലാതെ കഴിഞ്ഞുകൂടി അള്ളാഹുവിനോട് കരഞ്ഞു ചോദിച്ചിട്ട് അള്ള ഒരു മകനെ തന്നിട്ട് ആ പിഞ്ചോമന മകനെ അറവ് നടത്താൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അതുകൊണ്ട് കമഴ്ത്തിക്കെടുത്തിക്കോ, പെരടിക്കറുത്തോ ഉപ്പാ എന്ന് പറയുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അങ്ങനെ കിടത്തിയതാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. നെറ്റിത്തടത്തിൽ വീഴ്ത്തിയ ആ സംഭവം ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതാവട്ടെ, അപ്പോഴേക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉപ്പയോട് പറയുന്നു, ഉപ്പാ അരുത്, ഉപ്പാ നിങ്ങൾ എന്നെ മലർത്തിക്കിടത്തണം. ഇതെന്താ മോനെ? ഉപ്പാ നിങ്ങൾ എന്നെ കെട്ടഴിക്കണം. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ, എന്നെ മലർത്തിക്കിടത്താഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിൽ ഇബ്രാഹീമിന് അറക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പിന്നീട് ജനങ്ങൾ പറയും. മാത്രമല്ല, കയ്യും കാലും കെട്ടിയിട്ടില്ലെങ്കിൽ ഇസ്മായിൽ പിടയുമായിരുന്നു എന്ന് പറയും. അങ്ങനെ തോന്നിപ്പോയേക്കാം. അത് എൻ്റെ ഇഖ്ലാസിനെ ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ കയ്യും കാലും ഇട്ട് അടിച്ചിരുന്നെങ്കിൽ ഇബ്രാഹിം അറക്കൂലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഖ്ലാസിനെയും ചോദ്യം ചെയ്യും. അപ്പൊ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് സ്വതന്ത്രമായ കയ്യും കാലും കെട്ടാതെ നീട്ടിവെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ അറുക്കാൻ പറ്റണം. അങ്ങനെയാണ് കയ്യും കാലും ഒക്കെ അങ്ങോട്ട് നീട്ടിവെച്ചൊക്കെ അഴിച്ചിട്ട് നീട്ടിവെച്ച് അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുങ്ങുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഞൊട്ടിയിട കൊണ്ട് അവിടെ ഇറങ്ങി വന്ന് കത്തിയങ്ങ് തട്ടുന്നു. അറുക്കാൻ സമ്മതിച്ചില്ല. കഴുത്തിലേക്ക് എത്തിയില്ല കത്തി. അതിന്റെ മുമ്പ് വന്നിട്ടൊരൊറ്റ തട്ടാൻ, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കും. അറക്കാൻ ഒരുങ്ങണം എന്നാ പറഞ്ഞത്. നിങ്ങൾ അറക്കാൻ ഒരുങ്ങിയല്ലോ, അത് മതി, അത് മതി. കുട്ടിനെ അർപ്പിക്കൽ നമ്മുടെ ലക്ഷ്യമല്ല. നിങ്ങൾക്ക് ഇതിന് സന്നദ്ധത ഉണ്ടോ എന്ന് പരീക്ഷിച്ചതാണ്. അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ മറ്റൊരു ലക്ഷ്യം ഇതിന് പിന്നില്ല. അതുകൊണ്ട് അറക്കണ്ട. അർത്തിട്ടില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം.
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ചരിത്രം പറയുമ്പോൾ ആ കൊഴുപ്പ് കൂട്ടുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ വരുന്നത്. അറുത്തുനിന്ന് അറുത്തപ്പോൾ തട്ടാത്തതുകൊണ്ട് ഏൽക്കാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള കല്ലിനാണ് വെട്ടിയപ്പോൾ പൊടി പൊടിഞ്ഞു പോയിരുന്നു. ഇങ്ങനെയൊക്കെ കൊണ്ട് പറഞ്ഞിട്ട് അതുകൊണ്ട് ജഗപുകയാക്കാറുണ്ട്. വേണ്ട. പ്രബലമായ അഭിപ്രായം മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അന്നഹു അഹുവ ബിസ്സിക്കീൻ, കത്തി കൊണ്ട് ആംഗ്യം ചെയ്തിട്ടേ ഉള്ളൂ, നെഞ്ചിലേക്ക് കത്തി താഴ്ത്തിയിട്ടേ ഉള്ളൂ. അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാം തട്ടിമാറ്റി എന്നാണ്. ജിബ്രീലിനുള്ള ഓർഡറും അതായിരുന്നു. ജിബ്രീൽ പറഞ്ഞു 4 സമയങ്ങളിൽ ഞാൻ എമർജൻസി വരവാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കുമ്പോഴായിരുന്നു ഒന്ന് കത്തി കഴുത്തിലെത്തുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഭൂമിയിലെത്തണമെന്നാണ് പറഞ്ഞത്. ആ വരവ് വളരെ തിടുക്കം പിടിച്ച ഒരു വരവായിരുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. എന്നിട്ടൊരാടിനെയും കൊണ്ടുവന്നു. ആടിനെ അവരറുത്തു. അതാണ് ഇന്നും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ബലികർമ്മം, ഉദ്ഹിയ്യത്ത് കർമ്മം. ഞാനത് പറയാനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദര, നോക്ക് നിങ്ങൾ, അക്ഷരാർത്ഥത്തിൽ വജ്ജഹത്ത് ഓതിയവർക്ക് ഒരു പ്രയാസവുമില്ല. അള്ളാഹുവിന് വേണ്ടി അവരെന്തും സമർപ്പിക്കും. ഇതിലും വലിയൊരു ഉദാഹരണം ഇനി പറയാനില്ലല്ലോ. എന്താണ് ആ സംഭവം? സ്വന്തം മകനെ ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. അതിന് തയ്യാറാവുകയാണ്. ആദ്യമായി വജ്ജഹത്ത് ഓതിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇതിൽ ഒരു പ്രയാസവുമില്ല. എന്ത് പറഞ്ഞാലും റെഡിയാണ്. ലാ തുഖ്സിമു തഅത്തും മഅറൂഫ. ഇതുകൊണ്ടാ നബി തങ്ങളോട് പറഞ്ഞത്, നബിയേ നിങ്ങൾ പറയണം, നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് കൊഴുപ്പിക്കണ്ട, സത്യപ്രതിജ്ഞ ചെയ്യണ്ട. മറിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടത് വ്യക്തമായ അനുസരണമാണ്. ദിവസവും നിങ്ങൾ സത്യപ്രതിജ്ഞ ഇങ്ങനെ ചെയ്യുന്നു, എന്നിട്ട് 100 കൂട്ടം 1000കണക്കിന് പാപങ്ങൾ അങ്ങനെ ചെയ്യുന്നുവല്ലേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഒരു കാര്യം മനസ്സിലാക്കിയേക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയുന്നുണ്ടെന്ന് മാത്രമല്ല, ആ അറിയുന്നത് നിങ്ങളെ മുഖത്ത് നോക്കി ചോദിക്കുന്നവനാണ് അല്ലാഹു. കഴിഞ്ഞ ദിവസം ഇതുപോലെയുള്ള ഒരു ആയത്ത് വന്നപ്പോൾ ഞാൻ വിശദീകരിച്ചതാണ്, ഇനി പറയേണ്ടതില്ല. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അറിയുന്നു പറഞ്ഞതുകൊണ്ട് മാത്രം വലിയ പേടിയൊന്നുമില്ല. അറിയുന്നത് മുഖത്ത് നോക്കി ചോദിക്കാൻ കൂസാത്തവനാണ് അല്ലാഹു എന്ന് പറയുമ്പോഴാണ് പേടി കൂടുന്നത്. അത് ഓരോരുത്തരെയും മുഖത്ത് നോക്കി പറയാൻ, ഏത് തമ്പ്രാന്റെയും മുഖത്ത് നോക്കി പറയാൻ പടച്ചവനൊരു പേടിയില്ല. നിങ്ങൾ എത്ര തമ്പ്രാൻ മനോഭാവം കാട്ടുന്നവരാണെങ്കിലും ശരി, പടച്ചവന് പുല്ലുവിലയാണ്. അതുകൊണ്ട് പടച്ചറബ് നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ളത് അറിയും, നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയും. നിങ്ങളെ വഷളാക്കുക തന്നെ ചെയ്യും അവൻ. നിങ്ങളുടെ നിഫാഖിന്റെ പേരിൽ നിങ്ങളെ വഷളാക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു വിവരം കൊടുത്തിട്ടുണ്ട്. ആ ഇരിക്കുന്നത് മുനാഫിക്കാണ്, ഈ ഇരിക്കുന്നത് മുനാഫിക്കാണ്, തൊട്ടടുത്തിരിക്കുന്നത് മുനാഫിക്കാണ്. മുഹമ്മദ് റസൂലുള്ളാഹി മനസ്സുകൊണ്ട് വായിക്കുന്നുണ്ട്. അവിടെയല്ല, നിങ്ങൾ മറ്റു മുസ്ലിമീങ്ങളെ പറ്റിച്ച മുസ്ലിം ഉമ്മത്തിലെ ഒരംഗമായി കൂടിയിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് നിങ്ങളെ അല്ലാഹു വഷളാക്കും. വഷളാക്കാതിരിക്കില്ല. കാരണം മുസ്ലിം ഉമ്മത്താണെന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ട് അനുഷ്ഠാനതലം വളരെ ശുഷ്കിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവിലും റസൂലിലും ഉറക്കെ പ്രഖ്യാപിക്കുന്നവർ അത് ചെയ്യുക തന്നെ വേണം.